ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളം മണ്ണും മഴയും മനുഷ്യനും. വഴി ഒതുങ്ങി നിൽക്കണം. ലോറികളിൽ നിന്ന് ചുവടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛനൊപ്പം പട്ടണത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പച്ചക്കറി കമ്പോളം കാണുന്നത്. എത്ര വലുതാണ് കമ്പോളം! മത്തനും വെള്ളരിയും മല പോലെ കൂമ്പാരം കൂട്ടിയിരിക്കുന്നു. പടവലങ്ങ, ക്യാരറ്റ്, ക്യാബേജ്, വാഴക്കുല, വെണ്ടയ്ക്ക, പാവയ്ക്ക, എത്ര തരം പച്ചക്കറികളാണിവ! അവധി കഴിഞ്ഞ ദിനമായതിനാൽ നല്ല തിരക്കായിരുന്നു. ഇവിടെ നിന്നാണ് പച്ചക്കറികളൊക്കെ എത്തുന്നത്. മൈസൂർ, ഊട്ടി, മേട്ടുപ്പാളയം, കമ്പം, തേനി, ഒടച്ചിത്രം, നാഗർകോവിൽ എന്നിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ നല്ലൊരു പങ്കുമെത്തുന്ന ഇനിയുമേറെ അകലെ സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയാണത്രേ. മുളക്, മല്ലി, പയർ, കടല കേരളത്തിന് പുറത്തുനിന്ന് എത്തുന്ന സാധനങ്ങളൊട്ടും മിക്കതും എന്നെനിക്ക് ബോധ്യമായി. ഇനി പൂക്കളോ മുല്ലപ്പൂ, ചെത്തി, ജമന്തി, താമര എന്നിങ്ങനെ കേരളത്തിൽ വിറ്റഴിക്കുന്ന പൂക്കളെത്തുന്നതും അതിർത്തിക്കപ്പുറം നിന്ന് തന്നെ. നമുക്ക് വേണ്ട പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയ ഭൂരിഭാഗം അന്യ സംസ്ഥാനത്തു നിന്നും കൊണ്ടുവരേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരം പുറത്തുനിന്ന് പച്ചക്കറികളും പൂക്കളും എത്തിയിരുന്നത്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും ഇതുതന്നെ സ്ഥിതി. പച്ചക്കറികളും ഭക്ഷണധാന്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്തുകൂടെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാനഘടകമായി വേണ്ടത്? വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം. മറ്റേതെങ്കിലും ഘടകങ്ങളോട് കൂട്ടിച്ചേർക്കും. അയൽനാടുമായിട്ടുള്ള താരതമ്യം. കേരളത്തിലെ പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തുന്നത് തമിഴ്നാടാണ് മുന്നിൽ. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്താലോ? നാം നേരത്തെ കണ്ടെത്തിയ അടിസ്ഥാനങ്ങൾ മുൻനിർത്തിയാകാം താരതമ്യം. അപ്പോൾ മണ്ണ്, കേരളത്തിലത്തെ മണ്ണ് എക്കൽ മണ്ണ്, തമിഴ്നാട്ടിലെ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്, നമ്മൾക്ക് ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്. കേരളത്തിലത്തെ മഴ എങ്ങനെയാണ്? വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ഉണ്ട്. 44 നദികളുണ്ട്. മഴ ലഭിക്കുന്നതിന് പലയിടങ്ങളിൽ ജലസേചന സൗകര്യങ്ങൾ ആവശ്യതയില്ല. ഇവിടെ വാർഷിക മഴ 95.9 തമിഴ്നാട്ടിലുള്ളത്. 14 നദികളുള്ള മഴ കുറവായ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. മഴയുടെ ലഭ്യതയിലാണെങ്കിൽ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. മറ്റെന്തൊക്കെ നിഗമനത്തിലെത്താം? കേരളം കാർഷിക പ്രവർത്തനങ്ങൾ അനുയോജ്യമായ പ്രദേശമാണ്. ബോധ്യമായില്ലേ? കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം കേരളത്തിൽ ഒരു കാലത്ത് വേണ്ടവിധം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകൾ, കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്ന അനുകൂല കാലാവസ്ഥയാണ് നാടാണ് കേരളം. കേരളത്തിലെ ഈ കാർഷിക വൈവിധ്യങ്ങളും അതിന് കാരണമായ ഭൂപ്രകൃതി സവിശേഷത നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ഭൂപ്രകൃതി വൈവിധ്യം. കൃഷിയും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ മലനാട്, തണുത്ത തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂപ്രകൃതിയിലെ വിഭാഗങ്ങൾ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾ പല വ്യത്യാസങ്ങളുണ്ട്. വൈവിധ്യமான വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ നമ്മുടെ ഭൂപ്രകൃതി. മലനാട് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഈ മലനാട് സ്ഥിതി ചെയ്യുന്നത്. സഹ്യ പർവ്വത നിരയുടെ ഭാഗമാകാണ് ഇവിടെ. ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകളാണ് ചിത്രത്തിൽ. ഈ വിളകളുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാവും? താപനില 30°C താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇത്രയും മലനാടിൻ്റെ കാര്യങ്ങൾ. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധ വിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയ അനുയോജ്യമായ കാലാവസ്ഥ കൂടിയാണ്. ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളെ പ്രിയപ്പെട്ട ഇടമാക്കി ചരിത്രം പറയുന്നത്. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂവിനിയോഗം വന്ന മാറ്റങ്ങൾ ഈ മേഖലയെ കാർഷിക വിളവത്തിന് ഏറെ ബാധിച്ചിട്ടുണ്ട്. ജോൺ ജോസഫ് മർഫി എന്താ പറയുന്നത് നോക്കാം. അയർലൻഡിലെ സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്ത് 1902 റബ്ബർ കൃഷി ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള റബ്ബർ കൃഷി ആരംഭിച്ചു. കേരളം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യവും നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധന ഇതൊക്കെ അദ്ദേഹം പണിത് കൊടുത്തു. നമുക്ക് നോക്കാം ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുമാണ് ഇടനാട്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഇടനാട്ടിലെ വിളസമൃദ്ധമായ ഭാഗമാണ്. മറ്റെന്തൊക്കെ വിളകളാണ് ഈ പ്രധാനമായി കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ധാരാളമായി മഴ ലഭിക്കുന്ന ഈ മേഖലയിലെ ചെറുകുന്നിൽ പ്രദേശങ്ങളുടെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും തീരദേശത്തിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറിയും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങളിൽ പോലും ഇന്ന് റബ്ബർ കൃഷിയായി ഉപയോഗിക്കുന്നു. ഒരിക്കൽ നട്ട് വിളവ് തുടങ്ങിയ ഏറെക്കാലം വിളവ് ലഭിക്കുന്ന റബ്ബറിൻ്റെ മേന്മയാണ്. തീരപ്രദേശം നോക്കാം. സമുദ്രനിരപ്പിൽ അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. എന്തൊക്കെ തീരപ്രദേശം മുഖ്യ വിളകൾ? താഴ്ന്നിടങ്ങളിലെ എക്കൽ മണ്ണ് നിക്ഷേപം ജലകൃഷിക്കും തീരപ്രദേശങ്ങളിൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന തീരപ്രദേശ മേഖല കാലക്രമേണ ജനവാസ കേന്ദ്രമായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയ വിലവർധന കൃഷി ആധാരകരമല്ല. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി.
ഇനി കൃഷിയെ നെഞ്ചിലേറ്റിയ നാട്. കേരളം കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായി എന്നത് തെളിവായ അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിൽ മുൻ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലെ പല പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കൂ. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിയോളം, തിരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരം എത്രമാത്രം സ്വാധീനിച്ചെത്തുന്നതിൻ്റെ തെളിവാണ്. മാറുന്ന ഭൂവിനിയോഗം, മാറുന്ന ജീവിതക്രമം. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലുണ്ടായിരുന്ന വ്യത്യാസമാണ് ഇവിടെ ചൂട് 7.5 എന്താണ് നെല്ല്. അതിൻ്റെ ഇപ്പോഴത്തെ 2.08 2011 കണക്കാണ്. മരച്ചീനി 2.37, ഇപ്പോൾ എത്ര 8.75 ആയിട്ട് മാറി. തെങ്ങിന് 5.05 ആയിരുന്നു. ഇപ്പോൾ തെങ്ങിൻ്റെ കൂടിയും റബ്ബറിൻ്റെയും അതുപോലെ തന്നെ വർദ്ധിച്ചു 5.40. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഏത് വിളകളുടെ വിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതി കൂടിയിട്ടുള്ളത്? മുകളിൽ കൊടുക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ നിഗമനങ്ങൾ രൂപീകരിക്കാം? നെല്ല്, മരച്ചീനി എന്നിവയുടെ കൃഷിയിൽ കുറവ് വരുമ്പോൾ കൃഷി വ്യാപിക്കുന്നതായി കാണാം. സംസ്ഥാനത്തിൻ്റെ പൊതുവിനിയോഗത്തിനും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതും കുന്നടികളിലും അതുപോലെ കുന്നിൻ ചെരുവുകളും അശാസ്ത്രീയമായ കൃഷി ചെയ്യുന്നതിനുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരുന്നു. ജീവിതക്രമം എങ്ങനെ മാറും നമുക്ക് നോക്കാം. പാടത്തും പറമ്പിലും ഒക്കെ അധ്വാനിച്ച് നമ്മുടെ പഴയ തലമുറ നൂതന തൊഴിൽ മേഖല വന്നതോടെ പുതിയ തലമുറ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതിന് കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികോദ്ധാനം കൂടുതൽ വേണ്ട കൃഷി പ്രവർത്തനങ്ങളിൽ നമ്മൾ മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങളുണ്ടായി. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതുതലമുറ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമായി. ജീവിതശൈലി രോഗങ്ങൾക്ക് എന്നാണിവയ്ക്ക് പൊതുവെ പറയുന്ന പേര്. ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപ്രാപ്യമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമായി പച്ചക്കറിക്കും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗ്ഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം. ഈ വിദ്യ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചറിയും. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കണം. മറ്റൊന്ന്, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്ന സർക്കാർ സബ്സിഡി നൽകുന്നു. നമുക്ക് തേടാം ബദലുകൾ. കേരളം എന്ന ഭൂമിശാസ്ത്ര സവിശേഷതയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തെ വിട്ടകന്നതായി കണ്ടില്ലേ? പൂർണ്ണമായും ഒരു തിരിച്ചുപോക്ക് ഇനി സാധ്യമാണോ? അതിന് കഴിയില്ലെങ്കിലും ചില ബദലുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ചില കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. എന്തൊക്കെയാണ്? പെയിൻറ്റ് ടിന്നിൽ ബാലുവിൻ്റെ കുട്ടി കൃഷി, കൊച്ചിയ മാതൃക, അങ്ങനെ കുറച്ച് കൃഷികളുടെ കാര്യമാണ് പറഞ്ഞത്. ബദൽ സാധ്യതകൾ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാമെന്നാണ് പറയണത്. കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിലൊന്നാണ് ഹൈഡ്രോപോണിക്സ്. അതിന് പരിഹാരം സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതുലവണങ്ങൾ വെള്ളത്തിൽ ലയിച്ച് നടക്കുകയാണ്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചിറൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടാകാൻ സാധിക്കുന്നത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി നടപ്പാക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പയറും പാവലും മുകളിലേക്ക് പടർന്നാൽ സ്ഥലക്കുറവ് പ്രശ്നമാവില്ല. ഇനി പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് 100 മെനി വിളവ്. കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിലാണ് PJ തോമസ്. നെൽകൃഷിയിലാണ് അദ്ദേഹം തൻ്റെ കാർഷിക പരീക്ഷണം നടത്തിയത്. അങ്ങനെ അറിയട്ടെ. ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങി പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചു മൂടി വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്ക് മീതെ വീശി ഒഴിച്ചു. ജൈവമിശ്രിതം ആയതുകൊണ്ട് ചെടിയിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികൾ നിറയെ കതിര്. രാസകൃഷി മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസ് ചേട്ടന് കിട്ടിയത് 3 ടൺ നെല്ലാണ്. ഈ മാതൃകയിൽ നമുക്ക് ചിലതെല്ലാം അനുകരണീയമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായി തിരിച്ചു പിടിക്കാനാവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനും മണ്ണിൻ്റെ നിർവാഴ്ചയും പ്രകൃതിയുടെ കുളിമയും തിരിച്ചെടുക്കാനായാൽ അത് വലിയ നേട്ടമാണ്. ഇനി സർക്കാരിൻ്റെ പ്രോത്സാഹനത്തിന് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നിരവധി പദ്ധതികളുണ്ട്. അതിൽ ജനങ്ങളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വിവിധ സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള VFPCK, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള തരത്തിലുള്ളൊരു സംരംഭമാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധ സസ്യങ്ങൾ എന്നിവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതിനും ഈ മിഷൻ്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീയും മറ്റ് ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് കൂടി നടപ്പുള്ള ഇടങ്ങളിൽ
വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണിത്. കൃത്യത കൃഷി പ്രിസിഷൻ ഫാമിംഗ് ഓരോ പ്രദേശത്തും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്ത് ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതികളാണ്. പച്ചക്കറിക്ക് അനുയോജ്യമായ നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് കൃഷിയും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഫെർട്ടിഗേഷൻ വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകൾ നൽകുന്നതാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളം ഉപയോഗിച്ചാണ് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. ചിങ്ങം 1 കർഷക ദിനം. ഈ വർഷത്തെ കർഷക ദിനം സ്കൂളിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നതൊക്കെ നോക്കാം. ഹരിത കേരളം എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിക്ക് കേരളീയം മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്യേണ്ടി വരും. നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയിക്കുന്നു. പാടങ്ങളും പറമ്പുകളും അധ്വാനിക്കുന്നതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളുമില്ല. ഇങ്ങനെയുള്ള നാളെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതിനകം നിഷ്പ്രയാസം സാധിക്കാവുന്നേ ഉള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. താങ്ക് യു.